യാ ഈ വീഡിയോ ടോട്ടലി അൺസ്ക്രിപ്റ്റഡ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു അൺസ്ക്രിപ്റ്റഡ് വീഡിയോ ചെയ്യുന്നത്. സ്ട്രിക്ട്ലി ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ് സിൻസ് ഡേ വൺ. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ തൊട്ട് എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രത്യേകം ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് കാര്യമേ ഉള്ളൂ. ക്വിറ്റ് ചെയ്യണോ വേണ്ടയോ, ഇത് തുടരണോ വേണ്ടയോ. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഞാൻ ഇത് ശരിക്കും ഒരു വീഡിയോ അല്ലേ, ഞാൻ എൻ്റെ തോട്ട്സ് തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ ആലോചിക്കുന്നത്, ഇന്നർ മൈൻഡിൽ ആലോചിക്കുന്നത് ചുമ്മാ ഒന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ്. ശരിക്കും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ 2017 യൂട്യൂബ് തുടങ്ങിയത്. ഒരുപാട് ചാനലുകൾ നടത്തി പൊട്ടി അങ്ങനെ ഒരുപാട് ചാനലുകൾ നടത്തി. 2020 ഫാൻ ബോയ് ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ എൻ്റെ മൈൻഡിൽ തോന്നുന്നത്. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, ഒരു രീതിയിൽ എൻ്റെ ബ്ലെസ്സിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരു പോളിമാത്താണ്. പോളിമാത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ലിയനാർഡോ ഡാവിഞ്ചിയുടെ ഒക്കെ പോലെ, ഞാൻ അത്രയും വലിയ സെറ്റപ്പാണെന്നല്ല പറയുന്നത്, പുള്ളിയുടെ ഒക്കെ പോലെ ഒരു ഇൻട്രസ്റ്റ് അല്ല എനിക്കുള്ളത്. എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റുകളുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ പുസ്തകം വായിക്കും, ഞാൻ എഴുതും, ഞാൻ വരയ്ക്കും, ഞാൻ ഡാൻസ് കളിക്കും, പാട്ട് പാടും, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ കുറേ ഇൻട്രസ്റ്റുകളുണ്ട്. ഇതിലൊക്കെ ഞാൻ ഭയങ്കര ഗുഡാന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല അങ്ങനെ. അതുകൊണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ, എനിക്കറിയില്ല എവിടെയാണ് തുടങ്ങേണ്ടത്. മിക്കതും ഇപ്പോൾ ലിയനാർഡോ ഡാവിഞ്ചിനെ കുറിച്ച് നോക്കിയാൽ പുള്ളിയുടെ കുറേ ഇൻവെൻഷൻസ് നമ്മൾക്ക് കിട്ടാണ്ട് പോയിട്ടുണ്ട്. കാരണം പുള്ളിക്ക് മടിയാണ്. അതുപോലെ തന്നെ എനിക്കും ഭയങ്കര മടിയാണ്. അതുകൊണ്ടാണ് 2020 തുടങ്ങി വെച്ച ചാനലിൽ 4 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഇടുന്നത്. 4 വർഷം ഒന്ന് ആലോചിച്ച് നോക്കണം. അതൊരു ചെറിയ കാലയളവല്ല. ആ ടൈമിലുള്ള എനിക്ക് എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യായിരുന്നു. അങ്ങനെ 4 വർഷം കഴിഞ്ഞിട്ട് പിന്നെയും ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ. ഇപ്പോൾ 1 കൊല്ലമായി. ആൻഡ് സംവാട്ട് സക്സസ്ഫുൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും നാൾ നടന്നിട്ട് ഇത്തിരി റെക്കഗ്നീഷൻ കിട്ടിയത് ഇതിലാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഐ എം ക്വിറ്റിംഗ് ഓർ നോട്ട് ക്വിറ്റിംഗ്. ഞാൻ അതാണ് ആലോചിക്കുന്നത്. കുറേ കമൻസ് ഞാൻ കണ്ടു. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ കമൻസ് വായിച്ചു. ഞാൻ പൊതുവെ എന്നെപ്പറ്റി എന്ത് നല്ലത് കേട്ടാലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം എനിക്ക് ഭയങ്കര അഹങ്കാരമായി പോകും. അതുകൊണ്ട് ഞാൻ നല്ലത് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1-2 നല്ല കമൻറ്റൊക്കെ എടുത്ത് നോക്കും, ഒരു പമ്പിന് വേണ്ടിയിട്ട്. അത് മാത്രമേ ഉള്ളൂ. ഞാൻ കൂടുതലും എന്നെപ്പറ്റി നെഗറ്റീവ് പറയുന്നത്, എന്നെപ്പറ്റി ക്രിട്ടിസൈസ് ചെയ്യുന്ന കമൻസാണ് ഞാൻ വായിക്കാറ് കൂടുതലും. അപ്പോൾ ഞാൻ നല്ലത് പറയുന്നതൊക്കെ താങ്ക് യു, റിയലി താങ്ക് യു ബാൻഡ്. പക്ഷേ അതിൻ്റെ താഴെ കുറേ മോശം എന്ന് പറയാൻ പറ്റില്ല, കുറേ ക്രിറ്റിസിസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ക്വിറ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ അതിൽ വില കഴമ്പുണ്ടോ എന്നാണ് നോക്കിയത് ആദ്യം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, അതിൽ അവരും പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. ക്വിറ്റ് ചെയ്യണം. കാരണം ഇത് എന്ന് വെച്ചാൽ നമ്മുടെ ഞാനിപ്പോൾ ഓരോ പ്രോസസ്സും ഹേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ക്രിപ്റ്റിംഗ് തൊട്ട് വോയിസ് കൊടുത്ത് പിന്നെ എഡിറ്റിങ് വരെ എനിക്ക് ഇഷ്ടമല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രോസസ്സും കാര്യങ്ങളൊക്കെ. കുറച്ചുകൂടി സയൻറ്റിഫിക്കായി പോയപ്പോൾ ബേൺ ഔട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ വലിയൊരു ദലൈമയിലൊക്കെയാണ് ഞാനിപ്പോൾ. ക്വിറ്റ് ചെയ്യണോ വേണ്ടയോ, എന്ത് ചെയ്യും എന്നാണ് ഞാനിപ്പോൾ ശരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ, ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, ക്വിറ്റിങ്. എന്ത് കാര്യവും ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തി പോയിട്ടേ ഉള്ളൂ. എന്ത് കാര്യവും ഞാൻ മുഴിപ്പിച്ചിട്ടില്ല. ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണ്. ഞാൻ പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കും, കുറച്ചൊക്കെ ആവും, പിന്നെ നിർത്തും. ഇതാണ് എൻ്റെ മെയിൻ പരിപാടി. ഈ സത്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എന്നോട് തന്നെ ഒരു ദേഷ്യം തോന്നി തുടങ്ങുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒന്നും മര്യാദയ്ക്ക് ചെയ്യില്ല, എല്ലാം വലിച്ചു വാരിയൊക്കെ ഇടും. പറയുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ ചെയ്യുമ്പോൾ ഒന്നുമില്ല. ഷേക്സ്പിയറൊക്കെ പറഞ്ഞ പോലെ, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നത്തിങ്.
അതെ, ഐ എം മാസ്റ്റർ ഓഫ് നത്തിങ്. ഒരു വകയ്ക്കും കൊള്ളാത്തവനാണ് ഞാൻ. അങ്ങനത്തെ ഒരു ഇതാണ് എൻ്റെ മൈൻഡിൽ വരുന്നത്. പക്ഷേ എനിക്ക് സംഭവം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പ്രഷർ കൂടുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതുപോലത്തെ ഒരു പ്രഷറൊന്നും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. എനിക്ക് എന്നെ തന്നെ പിടിച്ചങ്ങോട്ട് വെക്കണം. ഈ പ്രഷർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഞാൻ ഒരു വലിയൊരു ബ്രേക്ക് എടുക്കാൻ പോവാം. ചിലപ്പോൾ ഒരു 1, 2, 3 ആഴ്ച എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഞാൻ ഇതിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് വിട്ട് വെക്കാൻ പോവാം. എന്നിട്ട് ഐ വിൽ കം ബാക്ക് ഫോർ ഷുവർ. എന്തായാലും ഞാൻ ഈ പരിപാടി നിർത്താൻ പോകുന്നില്ല. കാരണം ഓർമ്മ വെച്ച നാൾ തൊട്ട് ഞാൻ ക്വിറ്റേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ. എനിക്ക് ഇതിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രൂവ് ചെയ്യണം. ഇതിലെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം. എനിക്ക് വയ്യ ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തവനായിട്ട് കിടക്കാൻ. ആൻഡ് ഷേക്സ്പിയർ പറഞ്ഞ കോട്ടിൻ്റെ ഒരു ഫുൾ വേർഷൻ എന്താണെന്ന് വെച്ചാൽ, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്, മാസ്റ്റർ ഓഫ് നത്തിങ്, ഓഫൻ ടൈം ബെറ്റർ ദാൻ എ മാസ്റ്റർ ഓഫ് വൺ. അതെങ്കിലും ആവാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ.